വില ഇന്റർനാഷണൽ മാർക്കറ്റ് 2 ലക്ഷമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൂടുതലായി കഴിയുമ്പോൾ ഇവിടെ കാവൽക്കാരെ വേണ്ടി വരും. അത് പിഴുതോണ്ട് പോയിരുന്നാ മതി, വാങ്ങവണെ കൊണ്ട് പോയിക്കോട്ടെ, പിഴുതോണ്ട് പോയിരുന്നാ. തൈ വലിയ വില കൊടുത്തത്, അവിടുന്ന് 2 തൈ വരുന്ന ഒരുപാട് പൈസ ചിലവായി. അന്നും പുറത്ത് പറഞ്ഞ ആളുകൾ നമ്മളെ ആക്ഷേപിക്കും, നമുക്ക് വട്ടാന്ന് ഉപയോഗിക്കും. ഈ ജാപ്പാനിലെ മിയാസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി, നമ്മൾ കല്യാണത്തിനൊക്കെ പ്രസൻറ്റേഷൻ കൊടുക്കും, അങ്ങനെ പ്രസൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി ഈ മാങ്ങ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നതാണ് മനസ്സിലായത്. ഇതെന്താണ് ഈ മാവിൻ്റെ പേരെന്താ? ഇതിൻ്റെ ജാപ്പനീസ് മിയാസാക്കി. 1-2 വർഷത്തിന് മുമ്പ് ഉത്തരേന്ത്യയിലൊരു ആൾ കൃഷി ചെയ്തതായിട്ടും അതിനൊക്കെ ആൾക്കാരെ ഏർപ്പെടുത്തിയതായിട്ടൊക്കെ പത്രത്തിൽ കണ്ടു. അപ്പോൾ അതിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2 ലക്ഷം രൂപ ഒരു കിലോയ്ക്ക് വിലയുണ്ട് എന്ന് അയാൾ അവകാശപ്പെടുന്നതും, അതിന് ശേഷം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അതിന് വിലയുണ്ടെന്നറിയാം. അപ്പോൾ ഈ മാങ്ങ ഒരു തൈ മേടിച്ച് നട്ടാക്കൊള്ളാൻ വിചാരിച്ച് അങ്ങനെ പല ഭാഗത്തും അന്വേഷിച്ച്, അപ്പോൾ നമ്മുടെ ലോക്കൽ ഗാർഡനറൊക്കെ തിരക്കിയപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പല തൈകളും തന്നു. പക്ഷേ അതൊന്നും മിയാസാക്കി അല്ലായിരുന്നു. ഇത് 7500 കൊടുത്തതാണ്. അതിനുശേഷം കൽക്കട്ടയിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു സുഹൃത്തായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഇത് എക്സോട്ടിക് പ്ലാന്റ് ഇറക്കുമതി ചെയ്ത് കച്ചവടം ചെയ്ത ഒരാളുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഇതിന് 2 തൈ വാങ്ങിച്ചു. അതിലൊരെണ്ണമാണ് ഇത്, ഒന്ന് അപ്പുറത്തുനിന്ന് പോകുന്നുണ്ട്. ഈ വർഷം കായ്ച്ച് നിറച്ച് കായ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കിയ ശേഷം ഇതിനകത്ത് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഷെഡ് ഇട്ട് ഇതിൻ്റെ കൊടുത്ത് ടാർപ്പ അടിച്ചിട്ട്, അപ്പോൾ അത് ചൂട് കൂടി അത് ഒഴിഞ്ഞു പോയി. പിന്നിപ്പോൾ 4-5 കായുണ്ട്, അത് വിളഞ്ഞു വരുന്നു. അപ്പോൾ അത് കറക്റ്റ് വ്യാസാക്കിയാന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലയുടെ വ്യത്യാസങ്ങൾ, ഇല ഇതുകൊണ്ടിരിക്കും. പിന്നെ വിളഞ്ഞു വരുന്ന പറഞ്ഞാൽ ഇത് ചുവപ്പായി വരും, തണ്ടിൽ നല്ല ചുവപ്പായിട്ട് വരും. അപ്പോൾ അത് ബാക്കിയാരൊക്കെ ഒത്തു നോക്കിയപ്പോൾ പിന്നെ ഈ മാങ്ങയുടെ എക്സ്പേർട്ട് കക്ഷികളുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിച്ചപ്പോൾ കറക്റ്റ് വ്യാസാക്കിയാണെന്ന് മനസ്സിലാക്കി. നമുക്ക് എന്തായാലും കച്ചവടത്തിനുള്ള ഉദ്ദേശമില്ല. ഇങ്ങനെ കണ്ടപ്പോൾ അതിനകത്തൊരു ആകാംക്ഷ തോന്നി. കഴിക്കാൻ വിളവായി വരുന്നതല്ല, അവർക്ക് പഴുത്തരി ശേഷം എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. വിളഞ്ഞ് വരുന്നത് കംപ്ലീറ്റ് റെഡാവും. ഇതങ്ങ് മാങ്ങ നല്ല റെഡായി മാറും. തൈ വലിയ വില കൊടുത്തത്, അവിടുന്ന് 2 തൈ വരുന്ന ഒരുപാട് പൈസ ചിലവായി. അന്നും പുറത്ത് പറഞ്ഞ ആളുകൾ നമ്മളെ ആക്ഷേപിക്കും. ലോറിക്കകത്ത് കൊണ്ടുവന്നു. ലോറിക്കകത്ത് പറയുമ്പോൾ സാധനം കൊണ്ടുവരുന്ന ലോറിക്കകത്ത് ഒരാൾ അതിൻ്റെ കൂടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ നഴ്സറി നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരിൽ നിന്ന് ഇതായി. പിന്നെ നമുക്ക് തന്ന ആളിൻ്റെ ഒരു ഏജൻറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് കറക്റ്റാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഒരു ഒന്നുകൂടെ കൺഫേം ചെയ്ത്, എന്ന് പറഞ്ഞാൽ കേരള മണ്ണി പിടിക്കും എന്നൊരു കൺസെപ്റ്റ് അവർക്ക് വന്നപ്പോൾ അവർക്ക് സെയിൽസ് നടത്താമല്ലോ, അതിനുവേണ്ടി. അത് കളപ്പാടി. ഇതിനകത്ത് പുഴു കയറത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പുഴു കയറിയിട്ടില്ല. പൂവിനകത്ത് പുഴു കയറിയില്ല, കായ്ക്കകത്ത് പൂ കയറിയിട്ടില്ല, അല്ല പുഴു കയറിയിട്ടില്ല. പിന്നെ അത് പറഞ്ഞാൽ നാംടോക്ക് മൈ എന്ന് പറഞ്ഞാൽ പൂത്തു, പക്ഷേ കാ പിടിച്ചില്ല. നാംടോക്ക് മൈ എന്ന് പറയും. മാങ്ങകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയില്ല. പഴയ മാവുകളുണ്ട്, നാട്ടുമാവ്, മൈലാപ്പ്, അതൊക്കെ ചുരുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ അവിടെ ക്ലിയർ ചെയ്തിട്ടില്ല. അതിനകത്ത് മൊത്തം ക്ലിയറാണ്. ഒരു മാങ്ങ അങ്ങേറ്റം വന്നൊരു 300-400 ഗ്രാമിനകത്ത് എടുത്തോളൂ. 400 ഗ്രാം എടുത്തോളൂ. ഒരുപാട് മാവുണ്ടല്ലേ? ഏതൊക്കെ ഇനങ്ങളുണ്ട് ഇതിനകത്ത്? ഇപ്പോൾ ഇത് ബിയാസാക്കി, പിന്നെ നാംടോക്ക് മൈ എന്ന് പറഞ്ഞുണ്ട്, ബനാന മാങ്ങ എന്ന് പറഞ്ഞുണ്ട്, പിന്നീട് കളപ്പാടിയുണ്ട്, പിന്നെ തായ്ലൻഡ് ഓൾ സീസൺസ്, അതിനകത്ത് എല്ലാ സമയത്തും വാങ്ങാണ് അതുണ്ട്. പിന്നെ നമ്മുടെ ഭൂമുഖത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർപ്പൂരമാവ്, പിന്നെ മൈലാപ്പ്, നാട്ടുമാവ്, അതിൻ്റെയൊക്കെ ചെറിയ തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. നിൽക്കുന്ന വ്യാസാക്കിയ 7500 രൂപേൻ്റെ ഇത് വാങ്ങിച്ചതാണ്. അത് നമ്മുടെ ലോക്കൽ ഗാർഡൻസിന് വ്യാസാക്കിയാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്തില്ല. അതിനകത്ത് എല്ലുപൊടി ഇട്ട്, ചാടാപ്പൊടി ഇട്ട്, പിന്നെ വല്ലപ്പോഴും ഇച്ചിരി വേപ്പിൻ പിണ്ണാക്കും ഇടും. ഇതാണ് അതിൻ്റെ സിംറ്റം. നിറമ്പെടുത്ത് കാണിക്കുക. ഇപ്പോൾ ഞാൻ 4 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 ഇവിടെ പറഞ്ഞിട്ടുണ്ട്.